അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3-ാം ക്ലാസ്സുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന താരീഖിൻ്റെ 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. യോജിപ്പിക്കാം. ഇവിടെ ഒരു കള്ളിയിലെ കൂട്ടുകാരൻ ജിബ്രീൽ അലൈഹിസ്സലാം, 40, മുലയൂട്ടൽ, ഇബ്നുൽ മുഗീറ, പുരോഹിതൻ, സ്വർഗത്തിലെ ശില എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് യോജിപ്പിച്ച് നോക്കാം. ആദ്യത്തേത് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്താണ്? സ്വർഗത്തിലെ ശിലയാണ്. 2. അബു ഉമയ്യ, അതിനോട് യോജിച്ചത് അബു ഉമയ്യത്തുബ്നുൽ മുഗീറ. 3. ലംറത്ത്. ലംറത്ത് ആരാ? നബിയുടെ കൂട്ടുകാരൻ. 4. ഹലീമ ബീവി. ഹലീമ ബീവിയാണ് നബിക്ക് മുലയൂട്ടിയത്. 5. വഹിയ്. വഹിയ് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ് വഹി എത്തിച്ചു കൊടുക്കുന്ന ആൾ. 6. നുബൂവത്ത്. നമുക്കറിയാം നുബൂവത്ത് ലഭിച്ചത് 40-ാമത്തെ വയസ്സിലാണ് അല്ലേ. 7. ബഹീറ. ബഹീറ പുരോഹിതൻ. ചോദ്യം 2 പൂർത്തിയാക്കാം. 1. അന്ന് 40 വയസ്സായിരുന്നു നബി ഡാഷ്. നബി തങ്ങളുടെ പ്രായം. 2. കണ്ട സ്വപ്നങ്ങൾ ഡാഷ്. ഉത്തരം കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക. 3. ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ്. ഉത്തരം ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധ്യാന നിരതനായിരിക്കുകയാണ്. 4. അതോടെ പ്രശ്നം അവസാനിച്ചു. എല്ലാവർക്കും ഡാഷ്. എല്ലാവർക്കും സന്തോഷമായി. ചോദ്യം 3 നബിയുടെ വയസ്സ് എഴുതാം. 1. പിതൃവ്യനുമൊത്ത് ഷാമിലേക്ക് യാത്ര പോയി, 12-ാം വയസ്സിൽ. 2. ഖദീജ ബീവിയെ വിവാഹം ചെയ്തത്, 25-ാം വയസ്സിൽ. 3. കഅബയുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളിയായി, 35-ാം വയസ്സിൽ. വയസ്സുകളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, നന്നായി പഠിച്ചു വെക്കുക. ചോദ്യം 4 ഉത്തരം എഴുതാം. 1. നബി തങ്ങൾ ഹലീമ ബീവിയുടെ അടുക്കൽ എത്ര വർഷം താമസിച്ചു? ഉത്തരം 4 വർഷം. 2. വറക്കത്തിൻ്റെ സമീപത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയത് ആര്? ഉത്തരം ഭാര്യ ഖദീജ ബീവിയാണ് കൊണ്ടുപോയത്. 3. വഹി എന്നാൽ എന്ത്? അള്ളാഹു നബിമാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ്. 4. ആദ്യ ഷാം യാത്രാവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രായം എത്ര? 12 വയസ്സ്. ചോദ്യം 5 അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്ന കാലം, 42 വർഷം. 6. കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു? കുഞ്ഞിനെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ ഏവ? അക്രമം, അനീതി, ബിംബാരാധന, മദ്യപാനം, ചൂതാട്ടം. 8. കഅബ പുനർനിർമ്മാണത്തിലുണ്ടായ തർക്കം എന്ത് കാര്യത്തിലാണ്? ഉത്തരം ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കും എന്നതിലായിരുന്നു തർക്കം. ചോദ്യം 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയായി ആദ്യം ലഭിച്ച വചനങ്ങൾ. ഇഖ്റ താങ്കൾ വായിക്കുക. 10. ജബലുന്നൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പരിശുദ്ധ കഅബയുടെ കിഴക്കായി ഏകദേശം 6 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ജബലുന്നൂർ. അടുത്ത ചോദ്യം പൂരിപ്പിക്കാം. ഇത് നമ്മളെ പാഠപുസ്തകത്തിൽ 14-ാമത്തെ പേജിലുണ്ട്. അത് നന്നായിട്ട് ചൊല്ലാനും പൂരിപ്പിക്കാനും എഴുതാനും ഒക്കെ പഠിക്കുക. 2-ാമത്തെ മോഡൽ ചോദ്യപേപ്പർ നോക്കാം. യോജിച്ച ഉത്തരം എഴുതാം. ഇവിടെ ഒരു കള്ളിയിൽ മക്ക, അദ്നാൻ, ബനു ഹാഷിം, ജുർഹൂം, അബവാ, ഹലീമ ബീവി എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാമത്തെ നോക്കാം. നബിയുടെ കുടുംബം, അതിനോട് യോജിച്ചത് ഏതാണ്? ബനു ഹാഷിം. 2. സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരമാണ് ഡാഷ്. മക്ക.
3 നബിയുടെ 20ാമത്തെ പിതാമഹൻ അദ്നാൻ. 4 ഇസ്മായിൽ നബിയുടെ ഭാര്യയുടെ കുടുംബം. ഏതാണ് നമ്മൾ പഠിച്ചത്? ജുർഹും. 5 2 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലപ്പാൽ നൽകിയത്. ഉത്തരം ഹലീമ ബീവി. 6 ആമിന ബീവി വഫാത്തായ സ്ഥലം അബവാ. ചോദ്യം 2 ശരിയായവ തെരഞ്ഞെടുക്കാം. 1 ഖദീജ ബീവിയുടെ പിതാവ് ഖുവൈലിദ് ഖാലിദ് എന്ന് തന്നിട്ടുണ്ട്. ആരാണ് ഖദീജ ബീവിയുടെ പിതാവ്? ഖുവൈലിദ് ആണ് അല്ലേ? ഓപ്ഷൻസ് ഒക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിച്ച് നോക്കണം. ഓപ്ഷനൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ശരി അടയാളം ഇടാൻ. ഇനി രണ്ടാമത്തത് വിവാഹ സമയം നബിയുടെ വയസ്സ് 52 25. ഉത്തരം 25 3 സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശില ഹജറുൽ അസ്വദ് കഅബ. ഉത്തരം ഹജറുൽ അസ്വദ്. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം AD 571 എന്നുണ്ട്, 751 എന്നും തന്നിട്ടുണ്ട്. ഏതാണ്? AD 571 അല്ലേ? അടുത്ത ചോദ്യം വിശുദ്ധ ഖുർആൻ അവതരിച്ച ഗുഹ സൗർ ഗുഹ ഹിറാ ഗുഹ. ഉത്തരം ഹിറാ ഗുഹ. 6 ഹലീമ ബീവിയുടെ മകൻ ആരാണ്? ലംറത്ത് റംലത്ത്. ഏതാണ്? ശരിക്ക് നോക്കണം. ആരാണ് ഹലീമ ബീവിയുടെ മകന്? ലംറത്ത്. ചോദ്യം 3 പൂർത്തിയാക്കാം. 1 ഖദീജ ബീവി വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഡാഷ്. ഉത്തരം മറ്റൊരു വിവാഹവും ചെയ്തിട്ടില്ല. 28ാമത്തെ പേജിലുണ്ടത്. രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് അവിടുത്തെ പുണ്യകരങ്ങൾ കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചു. 3 കഅബ ഷരീഫ് പുതുക്കിപ്പണിയാൻ ഖുറൈശികൾ ഡാഷ് തീരുമാനിച്ചു. 4 ഖദീജ ബീവിയുമായുള്ള വിവാഹത്തിന് നേതൃത്വം നൽകിയത് ഡാഷ്. ഉത്തരം ഖദീജ ബീവിയുമായുള്ള നബിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് അബൂ ത്വാലിബ് ആയിരുന്നു. 5 1 മാസം അവർ മദീനയിൽ താമസിച്ചു. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡാഷ്. ഇതിനിടയിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? നീന്തൽ പഠിച്ചു. അടുത്ത ചോദ്യം പട്ടിക പൂർത്തിയാക്കാം. 1 അബ്ദുൽ മുത്തലിബ് കഴിഞ്ഞിട്ട് നബിയുടെ പിതാക്കന്മാരുടെ പരമ്പരയിൽ ആരാണ് അടുത്തത്? ഹാഷിം. അത് അവിടെ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് അബ്ദുമനാഫ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഖുസയ്യ്. അത് അപ്പുറത്തെ കള്ളിയിലും എഴുതി കൊടുക്കുക. രണ്ടാമത്തത് മാതാവ്. ഉത്തരം ആമിന ബീവി. പോറ്റുമ്മ ആരാണ്? ഹലീമ ബീവി. 3 ആദ്യ ഷാം യാത്ര. വയസ്സാണ് അവിടെ എഴുതേണ്ടത്. 12ാം വയസ്സിൽ. രണ്ടാം യാത്ര എത്രാമത്തെ വയസ്സിലായിരുന്നു? 25ാം വയസ്സിൽ. അടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ഹിറാ ഗുഹ എന്ന് തന്നിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ടത് ഏതാണ്? മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടത് വഹിയാണ് അല്ലേ? വഹിയ എന്ന് എഴുതി കൊടുക്കുക. ഹിറാ ഗുഹയുമായി ബന്ധപ്പെട്ടത് ഏതാ? ജിബ്രീൽ അലൈഹിസ്സലാം. അടുത്ത ചോദ്യം ഉത്തരം എഴുതാം. 1 തൗറാത്തും ഇഞ്ചീലും നന്നായി പഠിച്ചറിഞ്ഞ മഹാപണ്ഡിതനായിരുന്നു. ആര്? പഠിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ആരാണ്? വറഖത്ത് ഇബ്നു നൗഫൽ. അതൊക്കെ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണം. 2 വഹി എന്നാൽ എന്ത്? അള്ളാഹു നബിമാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ് വഹി. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്ന കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നത് തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടത്തിലായിരുന്നു. അടുത്ത ചോദ്യം ഹജറുൽ അസ്വദ് പ്രശ്ന പരിഹാരത്തിന് അഭിപ്രായം പറഞ്ഞത് ആരാണ്? ഉത്തരം അബൂ ഉമയ്യത്ത് ഇബ്നുൽ മുഗീറ.
5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോറ്റുമ്മയായ ഹലീമ ബീവിയുടെ വീട്ടിലെത്തിയത് മുതൽ അവിടെ വലിയ ബർക്കത്തുണ്ടായി. 1 എഴുതുക. വൃക്ഷങ്ങളിൽ ധാരാളം കായ്കനികളുണ്ടായി. പാൽ വറ്റി മെലിഞ്ഞൊട്ടിയിരുന്ന ആടുകളൊക്കെ എങ്ങനെയായി? ശരീരമെല്ലാം നന്നായി ധാരാളം പാൽ ചുരത്താൻ തുടങ്ങി. ഏതെങ്കിലും 1 എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് എഴുതാം. 1. മാതാവ് മരണപ്പെടുമ്പോൾ എത്ര വയസ്സായിരുന്നു? 6 വയസ്സ്. 2. പിതാമഹൻ മരണപ്പെടുമ്പോൾ 8 വയസ്സ്. 3. ഖദീജ ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ 25 വയസ്സ്. 4. ഹിറായിൽ വെച്ച് വഹി ലഭിക്കുമ്പോൾ 40 വയസ്സ്. മൂന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 1. സ്വർഗത്തിലെ ശില. അതിനോട് യോജിച്ചത് ഏതാണ്? ഹജറുൽ അസ്വദ്. 2. സേവകൻ. ഉത്തരം മൈസറത്ത്. 3. ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് എവിടെ വെച്ചിട്ടാ? അബവാ എന്ന സ്ഥലത്ത് വെച്ച്. 4. ഹൃദയം കഴുകി വൃത്തിയാക്കി. ആരാണ്? മലക്കുകൾ. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ. അതിനോട് യോജിച്ചത് കിനാന. 6. വറഖത്ത് ബനു നൗഫൽ. അതിനോട് യോജിച്ചത് ബനു സഅദ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഖുറൈശിലെ ബനു സഅദ് കുടുംബാംഗമാണ് വറഖത്ത് ബനു നൗഫൽ എന്ന്. ചോദ്യം 2 പൂർത്തിയാക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ 7 മാസങ്ങൾക്ക് മുമ്പ് പിതാവ് ഡാഷ്. ഉത്തരം മരിച്ചു പോയിരുന്നു. 2. ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ ഡാഷ് വിശുദ്ധ ഖുർആൻ അവതരിച്ചു. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭയവും വിറയലും മാറുന്നത് വരെ അവർ ഡാഷ് അവർ എന്താ ചെയ്തത്? നബിയെ പുതപ്പിച്ചു. 4. കഅബയുടെ കിഴക്കായി 6 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ഡാഷ് ജബലുന്നൂർ. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വത്തിൻ്റെ സൂചകമായി ചില അത്ഭുതങ്ങൾ ഡാഷ് അനുഭവപ്പെടാൻ തുടങ്ങി. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളിൽ 6 പേരുടെയും ഉമ്മ ഡാഷ് ആരാണ്? ഖദീജ ബീവിയായിരുന്നു. പാഠഭാഗം നന്നായി വായിക്കണം. പാഠഭാഗം നന്നായി വായിച്ചാലേ പൂരിപ്പിക്കാനുള്ളതൊക്കെ ഉത്തരം കറക്റ്റ് എഴുതാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം ഉത്തരം എഴുതാം. ബഹീറ എന്ന പുരോഹിതൻ നബി തങ്ങളെ കണ്ടുമുട്ടിയ സ്ഥലം. ഉത്തരം ബുസ്റ. 2. സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പരയിൽ. ചോദ്യം 3. മാഉ സംസം ഉറവയെടുത്ത് എവിടെ നിന്ന്? ഉത്തരം ദാഹജലത്തിനായി ഇസ്മായിൽ അലൈഹിസ്സലാം കരഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്തുനിന്ന്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറ ഗുഹയിൽ നിന്ന് ഭയന്ന് വിറച്ച് ഖദീജ ബീവിയുടെ അടുക്കൽ എത്തിയത് എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു? ഉത്തരം ജമ്മിലൂനി ജമ്മിലൂനി, അതായത് എന്നെ പുതപ്പിക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണല്ലേ നബി വന്നത്. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ ഏതെല്ലാം? ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഉത്തരം അക്രമം, അനീതി, ബിംബാരാധന, മദ്യപാനം, ചൂതാട്ടം. 6. ഖദീജ ബീവിയുടെ ഗുണങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. കാര്യസ്ഥത, ബുദ്ധികൂർമ്മത, ഭർതൃസ്നേഹം, ഔദാര്യം. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അടുത്ത ചോദ്യം പട്ടിക പൂർത്തിയാക്കാം. പോറ്റുമ്മ ഹലീമ ബീവി 4 വയസ്സ് വരെ. അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അതിൻ്റെ താഴെ എന്താ എഴുതേണ്ടത്? നബി തങ്ങളെ പോറ്റി വളർത്തി. 22ാമത്തെ പേജിലുണ്ട്. ഇനി അടുത്തത് പിതൃവ്യൻ അബൂ തോലിബ് 42 കൊല്ലം. ഉത്തരം 42 വർഷക്കാലം പിതൃവ്യൻ അബൂ തോലിബിൻ്റെ സംരക്ഷണത്തിൽ വളർന്നു. അപ്പോൾ സംരക്ഷണത്തിൽ വളർന്നു എന്ന് എഴുതണം. അടുത്തത് പിതാവ് അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ 7 മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു അല്ലേ. അടുത്തത് പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. അതിൻ്റെ താഴെ നബി തങ്ങളുടെ എന്ന് തന്നിട്ടുണ്ട്.
എത്രാം വയസ്സിലാണ്? 8-ാം വയസ്സിൽ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. അടുത്ത ചോദ്യം, ശരിക്ക് ശരി, തെറ്റിന് തെറ്റ് അടയാളപ്പെടുത്തുക. 1. കഅബയുടെ വടക്ക് തെക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ്. ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ. കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വടക്ക് തെക്ക്, തെക്ക് കിഴക്ക് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, ശരിക്ക് പഠിച്ചു വെക്കണം. കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്നത്. 2. മാ അനബി ഖാരിൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു. അത് ശരിയാണ്. 3. കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചത് കാഫിറുകൾ ആയിരുന്നു. അല്ല, അത് തെറ്റാണ്. 4. ഈ മരച്ചുവട്ടിലിരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞത് നസ്തൂറ എന്ന പുരോഹിതനാണ്. അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. അടുത്തത് വ്യക്തമാക്കാം. 1. നബിയുടെ ജനനം AD എത്രയിലാണ്? 571. ഏത് മാസം? ഏപ്രിൽ മാസം. ഏത് ദിവസമാണ്? തിങ്കൾ. ഏത് സ്ഥലമാണ്? മക്കയിൽ. അത് അവിടെ എഴുതി കൊടുക്കുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണ് എന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും.